ചതുരത്തിൽ അനന്തന്റെ ഇടതുവശത്തായാണ് ഗുളികന്റെ സ്ഥാനം. ശക്തമായ വിഷവും ചുവന്ന നിറവുമുള്ള ഈ നാഗം ജ്യോതിഷത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. ഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തി നിർത്തുന്ന മഹാസർപ്പമാണ് പത്മം. അവന്റെ നിറം താമര ചുവപ്പാണ്. നളചരിതത്തിലാണ് കാർക്കോടകനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. കാട്ടുതീയിൽ അകപ്പെട്ട കാർക്കോടകനെ നളമഹാരാജാവാണ് രക്ഷിക്കുന്നത്. അനേകം തലകളും ധാരാളം ശക്തിയുമുള്ള ഒരു അഗ്നിസർപ്പമാണ് ശങ്കൻ. ബലരാമന്റെ മരണസമയത്ത് ആത്മാവിനെ പാതാളത്തിലേക്ക് അനുഗമിക്കാൻ വന്ന പ്രധാന നാഗങ്ങളിലൊന്നാണ്. തലയിൽ തൃശൂല അടയാളമുള്ള നാഗമാണ് ശംഖപത്മൻ. അവന്റെ നിറം വെളുപ്പാണ്. കുരുവംശത്തിൽ പരീക്ഷത്ത് രാജാവിനെ മഹർഷി ശപിക്കുന്നത് തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്നാണ്. ഒരു പുഴുവിന്റെ രൂപത്തിലാണ് തക്ഷകൻ രാജാവിനെ കൊല്ലുന്നത്. ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന ദിവ്യ സർപ്പമാണ് വാസുകി. പരമശിവന്റെ വിശ്വസ്ത സഹയാത്രികൻ മാത്രമല്ല, ഉപദേഷ്ടാവ് കൂടിയാണ്. സർവനാഗങ്ങളുടെയും രാജാവാണ് അനന്തൻ അഥവാ ആദിശേഷൻ. ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നത് അനന്തന്റെ പുറത്താണ്.